السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله. أما بعد، فأشهد أن لا إله إلا الله وحده لا شريك له، سيدنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. അഭ്യുദരായ ശൈഖുനാ ഉമർ ഉസ്താദ് സ്റ്റേജിൽ ഉപവിഷ്ടരായിട്ടുള്ള ആദരണീയ പണ്ഡിതന്മാരെ, ഉസ്താദുമാരെ, ഈ മുബാറക്കായ സദസ്സിൽ ബഹുമാനപ്പെട്ട സമസ്തയെ സ്നേഹിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും അതിനു വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയിൽ സംബന്ധിച്ചാൽ ബറക്കത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും ഇവിടെ സംഗമിച്ചിട്ടുള്ള സ്നേഹസമ്പന്നരായ സഹോദര അർഹമുർ-റഹീമായ അല്ലാഹു ഈ സദസ്സ് കബൂൽ ചെയ്യട്ടെ. അർഹമുർ-റഹീമായ റബ്ബ് ദുആ ഇജാബത്തുൽ സദസ്സാക്കി ഇതിനെ കബൂൽ ചെയ്യട്ടെ. നമ്മുടെ ജീവിതത്തിലും മരണവേളയിലും ഖബറിലും മഹ്ശറിലും സിറാത്തിലും നമുക്ക് വെളിച്ചം നൽകുന്ന സദസ്സാക്കി അല്ലാഹു ഇതിനെ കബൂൽ ചെയ്യട്ടെ. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ വലിയുല്ലാഹി തൃപ്പനച്ചി ഉസ്താദ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അവരുടെ മദദ് എപ്പോഴും അർഹമുർ-റഹീമായ റബ്ബ് നമുക്ക് വർഷിപ്പിച്ചു തരട്ടെ. അവരുടെ ഉസൂല് ഫുറൂഇന്റെ മദദ് അർഹമുർ-റഹീമായ റബ്ബ് നമുക്ക് എപ്പോഴും വർഷിപ്പിച്ചു തരട്ടെ. അവരുടെയൊക്കെ മദദ് കൊണ്ട് നമ്മുടെ അഖ്വാലുകൾ, അഫ്ആലുകൾ ഇതെല്ലാം റബ്ബിന്റെ പൊരുത്തത്തിലാക്കി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുമായി മത്സരത്തിന് വന്ന ഫറോവയുടെ ഫിർഔനിന്റെ പക്ഷക്കാർ 80,000-ഓളം ജ്യോത്സ്യന്മാർ, ജാലവിദ്യക്കാർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പക്ഷം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആദർശം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിലപാട് ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ചുമതലപ്പെടുത്തപ്പെട്ട ജ്യോത്സ്യന്മാർ അവർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി മത്സരിക്കാൻ വന്ന രംഗം പരിശുദ്ധ ഖുർആനിലുണ്ട്. ചെയ്യാൻ വേണ്ടി, ഉപയോഗപ്പെടുത്താൻ വേണ്ടി, കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവർ വന്നിട്ടുള്ളത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ വലിയ സംഘത്തെ ആദർശത്തിന്റെ ബലം വെച്ചുകൊണ്ട്, ഈമാനിന്റെ ബലം വെച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ അനുവാദത്തോടെ, അള്ളാഹുവിന്റെ നിഅമത്ത് കൊണ്ട് അഭിമുഖീകരിക്കുകയാണ്. ഈ മത്സരം തുടങ്ങാൻ നേരത്ത് ഈ സഹറത്ത്, സാഹിര്യങ്ങൾ ഒരു അദബ് കാണിച്ചു. അവർ കാഫിരീങ്ങളാണ്, സത്യനിഷേധികളാണ്,
മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശത്രുപക്ഷത്താണ്. ഫറോവയുടെ ആളുകളാണ്, ഫറോവയുടെ ഫാൻസാണ്, ഫറോവക്ക് വേണ്ടി ശബ്ദിക്കുന്നവരും ഫറോവക്ക് വേണ്ടി ഖിദ്മത്ത് എടുക്കുന്നവരുമാണ്. പക്ഷേ ഒരു അദബ് കാണിച്ചു മത്സരം തുടങ്ങാൻ നേരത്ത്. ഖാലു യാ മൂസ ഇമ്മാ അൻ തുൽഖിയ വ ഇമ്മാ അൻ നകൂന അവ്വല മൻ അൽഖാ. മൂസ അലൈഹിസ്സലാം, നിങ്ങൾ മത്സരം തുടങ്ങണോ അതല്ല ഞങ്ങൾ തുടങ്ങണോ? നിങ്ങളുടെ കയ്യിലുള്ള വടിയിട്ടുകൊണ്ട് മത്സരം തുടങ്ങണോ അതല്ല നിങ്ങളുടെ പക്ഷത്തുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മത്സരം തുടങ്ങണോ അതല്ല ഞങ്ങളുടെ പക്ഷത്തുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മത്സരം തുടങ്ങണോ? അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ പറയും പോലെ ഞങ്ങൾ കേൾക്കാം എന്ന അനുസരണയുടെ, അച്ചടക്കത്തിന്റെ ഒരു സംസ്കാരം ഈ സഹറത്ത് പുലർത്തി എന്ന് പരിശുദ്ധ ഖുർആൻ. ഖാലു യാ മൂസ ഇമ്മാ അൻ തുൽഖിയ വ ഇമ്മാ അൻ നകൂന അവ്വല മൻ അൽഖാ. ഞങ്ങൾ മത്സരം തുടങ്ങണോ നിങ്ങൾ മത്സരം തുടങ്ങണോ? ഈ ഒരു ചോദ്യം ചോദിച്ചത് കൊണ്ട് ആ ചരിത്രം വിശദമായി ഞാൻ ഇവിടെ പറയുകയല്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അപ്പൊ അനുവാദം കൊടുത്തു, നിങ്ങൾ ആദ്യം നിങ്ങളുടെ കയ്യിലുള്ള വടികളും കയറുകളും ഇട്ടോളൂ. ആ വടികളും കയറുകളും മുഴുവൻ പാമ്പുകൾ പോലെ അവിടെ കാണപ്പെടുകയാണ്. അല്ലാഹു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്നു, മൂസ അലൈഹിസ്സലാം, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങളുടെ കയ്യിലുള്ള വടി നിലത്തേക്കിട്ടോളൂ. തൽക്ഷണം ആ വടി പാമ്പായി മാറുന്നു. ആ പാമ്പ് മറ്റു പാമ്പുകളെന്ന് തോന്നപ്പെട്ട മുഴുവൻ സംഗതികളും, മുഴുവൻ കയറുകളെയും മുഴുവൻ വടികളെയും, പാമ്പുകളായി ജനങ്ങൾക്ക് തോന്നിയ കയറുകളെയും വടികളെയും ഒറ്റയടിക്ക് വിഴുങ്ങുകയാണ്. ആ പാമ്പുകളെ മുഴുവൻ വിഴുങ്ങുകയാണ്. ഇത് കണ്ടപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്ത് കണ്ടപ്പോ ആ സഹറത്ത് 80,000 ജ്യോത്സ്യന്മാർ, സാഹിര്യങ്ങൾ ഒറ്റയടിക്ക് ഇസ്ലാമിലേക്ക് വരികയാണ്. പരിശുദ്ധ ഖുർആൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്ത് കണ്ടപ്പോ ഒറ്റയടിക്ക് ഫഉൽഖിയ സഹറത്തു സുജ്ജദാ ഖാലു ആമന്നാ ബിറബ്ബി ഹാറൂന വ മൂസാ. ഒറ്റയടിക്ക് ആ ആളുകൾ മുഴുവൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. മുഅ്മിനീങ്ങളായി മാറി എന്ന് പരിശുദ്ധ ഖുർആൻ. ഒറ്റയടിക്ക് ഈ പരിവർത്തനത്തിന്, ഈ ഹിദായത്ത് കിട്ടാനുള്ള കാരണം എന്ത് എന്ന് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. അത് മത്സരം തുടങ്ങാൻ നേരത്ത് കാണിച്ച ആ അദബ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന ദീനിന്റെ ശിആറിൽപ്പെട്ട പ്രവാചകൻ അലൈഹി സ്വലാത്തു വസ്സലാം ആ ശിആറിനോട് കാണിച്ച ആദരവും ബഹുമാനവും, മത്സരം തുടങ്ങാൻ നേരത്ത് നിങ്ങൾ തുടങ്ങണോ അതല്ല ഞങ്ങൾ തുടങ്ങണോ എന്ന ആ ചോദ്യത്തിൽ അങ്ങ് അടങ്ങിയിട്ടുള്ള അദബ്. شأن محمد رسول الله مرحبا به محمد بن عبد الله. شأن محمد رسول الله مرحبا بأبي وقرة عيني محمد بن عبد الله. لا حول ولا قوة إلا بالله.
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി സ്വലാത്തുൽ ഖായിമത്തി മുഹമ്മദിൻ വസിലത്തുൽ വഅസം ഖാമ പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പോൾ മത്സരം തുടങ്ങാൻ നേരത്ത് ഇവർ കാണിച്ച ആ അദബ് കൊണ്ടാണ്, അനുസരണ കൊണ്ടാണ്, ആ മാന്യ സംസ്കാരം കൊണ്ടാണ് ഇവർക്ക് ഒറ്റയടിക്ക് ഈമാൻ കിട്ടിയത് എന്ന് മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഒറ്റയടിക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മനസ്സിലാക്കാനും ആ മുഅ്ജിസത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളാനും ഇവർക്ക് കഴിഞ്ഞത് അവർ കാണിച്ച അദബ്, ആ അദബ് കാണിക്കലിലൂടെ തന്നെ നൂറ്, ഈമാനിന്റെ നൂർ അവരിലേക്ക് എത്തിയെന്നും ആ നൂറ് അവരിലേക്ക് എത്തിയതോടുകൂടി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരാണ് എന്ന് തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചുവെന്നും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്താണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ഉൾക്കൊള്ളാനും അവർക്ക് ഹൃദയ വിശാലത ഒറ്റയടിക്ക് ഈ അദബിലൂടെ കിട്ടി എന്ന് മഹാന്മാർ വിശദീകരിക്കുകയാണ്. അപ്പൊ അദബ് ബേസാണ്. ഇതാണ് ബഹുമാനപ്പെട്ട സമസ്ത പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞുനാളിലെ അദബുൻ എന്ന് പഠിപ്പിക്കുന്നത്, അബുൻ എന്ന് പഠിപ്പിക്കലാണല്ലോ. അലിഫും ബാവും അടുത്ത അക്ഷരങ്ങൾ അതാ, അത് പഠിപ്പിക്കല സുഖം, എളുപ്പം അതാ. പക്ഷെ അതിൻ്റെയും മുമ്പ് അദബുൻ എന്ന് കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് അതാണ്. കാരണം ഈമാനിന്റെ നൂറ് ഉള്ളിലേക്ക് അങ്ങ് കിട്ടണമെങ്കിൽ അദബ് കയറണം. ഈ നൂറ് കിട്ടിക്കഴിഞ്ഞാൽ ആരെയാണ് ബഹുമാനിക്കേണ്ടത്, എങ്ങനെ ബഹുമാനിക്കണം, ബഹുമാനിക്കപ്പെടേണ്ടതിനെ ബഹുമാനിക്കുക തന്നെ വേണം തുടങ്ങിയ തൗഫീഖിന്റെ ഭാഷ, തുടങ്ങിയ ഈമാനിന്റെ ഭാഷ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനുമുള്ള അവസരം അപ്പോഴാണ് കിട്ടുക എന്ന പരിശുദ്ധ ദീനിന്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ നിലപാട് കുഞ്ഞുനാളിലെ കുട്ടികളിൽ കുത്തിവെക്കാനാണ് അദബുൻ എന്ന് പഠിപ്പിക്കുന്നത്. അല്ലാഹു നമ്മളെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ, ആമീൻ. അപ്പോ ഈ സുജൂദിൽ ഈ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വടി, മുഇസ്സത്തിന്റെ വടി ഒറ്റയടിക്ക് പാമ്പായി മാറി മറ്റു പാമ്പുകളെ മുഴുവൻ വിഴുങ്ങിക്കഴിഞ്ഞപ്പോ അത് മുഇസ്സത്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഫൗൽഖിയ സഹറതു സുജ്ജദ ഖാലൂ ആമന്നാ ബിറബ്ബി ഹാറൂന വ മൂസാ. ഒറ്റയടിക്ക് അങ്ങ് പ്രഖ്യാപിക്കുകയാണ് നിലപാട്. സെക്കൻഡുകൾക്ക് മുമ്പ് അവർ കാഫിരീങ്ങളാണ്, സെക്കൻഡുകൾക്ക് മുമ്പ് അവർ ഫറോവയുടെ ആളുകളാണ്, സെക്കൻഡുകൾക്ക് മുമ്പ് അവർ ദീനിന്റെ കഠിന ശത്രുപക്ഷത്താണ്. പക്ഷേ സെക്കൻഡുകൾക്കകം അവർ നന്നായി എന്ന് മാത്രമല്ല, അവർ ഈമാനിന്റെ അത്യുത്കൃഷ്ടമായ അവസ്ഥയിലേക്ക് മാറി എന്ന് മാത്രമല്ല, ഔലിയാക്കളുടെ ഗണത്തിലേക്ക് അവർ കയറി എന്ന് മാത്രമല്ല, അവർ ആദർശം തുറന്ന് പ്രഖ്യാപിക്കുകയാണ് ആമന്നാ ബിറബ്ബി ഹാറൂന വ മൂസാ. യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത നിലപാടിന്റെ ശബ്ദം ആ ജ്യോത്സ്യന്മാരായിരുന്ന ആളുകൾ ഔലിയാക്കളായി മാറി ഒറ്റയടിക്കങ്ങ് പ്രഖ്യാപിച്ചുവെന്ന് പരിശുദ്ധ ഖുർആൻ. ഇതിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വിവരിച്ചത് കാണാം. ആ സുജൂദിൽ അങ്ങ് കിടന്നപ്പോ തന്നെ ഇവർക്ക് സ്വർഗത്തിലുള്ള ഇടം അല്ലാഹു കാണിച്ചു കൊടുത്തുവെന്ന്, ഇവർക്ക് സ്വർഗത്തിലുള്ള അത്യുന്നതമായ പദവി ആ സുജൂദിൽ അങ്ങ് വീണ നിമിഷത്തിൽ തന്നെ അല്ലാഹു കാണിച്ചു കൊടുത്തുവെന്ന്, അർഹമുർ റഹീമീനായ റബ്ബ് കാണിച്ചു കൊടുത്തുവെന്ന്. എന്തുകൊണ്ട്? അവര് അദബ് കാണിച്ചു. അദബ് കാണിച്ചപ്പോ 100 കിട്ടി, ഈമാനിന്റെ 100 കിട്ടി. 100 കിട്ടിയപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബഹുമാനിക്കണമെന്ന ബോധമുണ്ടായി. സമസ്തയെ എതിർക്കുന്നവരോട് വളരെ സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, സഹോദരങ്ങളെ, ഇത് മഹാന്മാരുണ്ടാക്കിയ പ്രസ്ഥാനമാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കൾ കെട്ടിപ്പടുത്ത പ്രസ്ഥാനമാണ്. ഇതിനോട് അദബ് കാണിക്കണേ. അദബ് കാണിക്കുമ്പോഴേ ബഹുമാനിക്കപ്പെടേണ്ടതിന്റെ ഗൗരവം, ബഹുമാനിക്കേണ്ടതിന്റെ ഗൗരവം ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പറയാനുള്ളത്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ, അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് പ്രദാനം ചെയ്യട്ടെ. ഇത് ഉൾക്കൊള്ളാൻ അടിസ്ഥാനപരമായി അദബ് വേണം. അല്ലെങ്കിൽ പുച്ഛിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ കളിയാക്കിക്കൊണ്ടിരിക്കും. സമസ്ത, ബഹുമാനപ്പെട്ട സമസ്ത ഉണ്ടാക്കിയ മഹാരഥന്മാരായ ഔലിയാക്കളെ പരിഹസിക്കാനുള്ള നാക്കുവന്തു,
അവരെ പുച്ഛിക്കാനുള്ള വിരല് പൊന്തും, അവരെ കളിയാക്കിക്കൊണ്ടുള്ള എഴുത്തുകൾ വരും, അവരെ പുച്ഛിച്ചുകൊണ്ടുള്ള ഇമോജികൾ വരും, അവരെക്കെതിരെ ശബ്ദങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോ ഇത് നമ്മൾ ഗൗരവത്തോടെ കാണുക. ഇതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ അസ്ഹാബുൽ കഹ്ഫിന്റെ കൂടെ, സൂറത്തുൽ കഹ്ഫിൽ അസ്ഹാബുൽ കഹ്ഫിന്റെ സുദീർഘമായ ചർച്ചയാണല്ലോ. അവരുടെ സവിശേഷതകൾ, ആ ഔലിയാക്കളെ കുറിച്ചുള്ള ചർച്ചയുണ്ടല്ലോ സൂറത്തുൽ കഹ്ഫിൽ. നമ്മൾ ഇന്നത് പാരായണം ചെയ്തവരാണല്ലോ, സൂറത്തുൽ കഹ്ഫ് ഓതിയവരാണല്ലോ, ഒന്നിലധികം തവണ ഓതിയവരാണല്ലോ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഈ സൂറത്തുൽ കഹ്ഫിലെ മർമ്മമായി ചർച്ച ചെയ്യപ്പെട്ട ഔലിയാക്കളുടെ ചരിത്രം, ഈ ചരിത്രത്തിൽ നമുക്ക് കാണാം. വകൽബുഹും ബാസിതുൻ ദിറാഅലൈഹി ബിൽ വസീദ്. ഈ ഔലിയാക്കളുടെ കൂടെ കൂടിയ നായയെ കുറിച്ച് ചിന്തിക്കണം. ഔലിയാക്കളുടെ കൂടെ കൂടിയ നായയെ കുറിച്ച്, അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്ന ഔലിയാക്കളുടെ കൂടെ കൂടിയ നായ, ആ നായ സ്വർഗത്തിലാണെന്ന് മഹാന്മാർ വിശദീകരിക്കുകയാണ്. ആ നായ സ്വർഗത്തിലാണ്, ആ നായ സ്വർഗത്തിലാണ്. മാത്രമല്ല മഹാന്മാര് വിശദീകരിച്ചിട്ടുണ്ട്, ലോകത്തെ എല്ലാ നായ്ക്കളും നജസാണ്, ഈ നായ നജസല്ല എന്ന് മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? ഔലിയാക്കളുടെ കൂടെ കൂടിയ നായയാണത്. അന്ന ഹുബ്ബസ് സ്വാലിഹീൻ വതഅല്ലുഖ ബിഹിം യൂരിസുൽ ഖൈറൽ അളീമ വൽ ഫൗസ ബിജന്നാത്തിൻ നഈം. ഔലിയാക്കളുടെ കൂടെ കൂടിയാൽ, അവരുടെ സംവിധാനങ്ങൾക്കൊപ്പം ചേർന്ന് നിന്നാൽ രക്ഷപ്പെടും എന്നതിന്റെ തെളിവാണ് ഈ നായയുടെ സംഭവമെന്ന് മഹാന്മാർ തഫ്സീറുകളിൽ വിശദീകരിക്കുകയാണ്. ഖുർആൻ തന്നെ നേരെ പരാമർശിച്ചിട്ടില്ലേ? ആ നായയെ കുറിച്ച് നേരെ പറഞ്ഞില്ലേ? വകൽബുഹും, ആ ഔലിയാക്കളുടെ കൂടെ കൂടിയ നായ, അതൊരു സാധാ നായല്ല, ഔലിയാക്കളുടെ കൂടെ കൂടിയ നായ. അതാണ് വകൽബുഹും ബാസിതുൻ ദിറാഅലൈഹി ദിറാഅഹി ബാസിതുൻ ദിറാഅഹി ബിൽ വസീദ്. പരിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് ആ ഭാഗം പരാമർശിക്കുകയാണ്. അതിനെ വിവരിച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നത്, മുഫസ്സിരിങ്ങൾ പറയുന്നത്, ഔലിയാക്കളുടെ കൂടെ കൂടിയ നായക്ക് പോലും അത്യുന്നത സ്ഥാനമാണ്, അത്യുന്നത സ്ഥാനമാണ്. എത്ര ഗൗരവമുള്ള വിഷയമാണിത്, എത്ര ഗൗരവമുള്ള വിഷയമാണിത്. മാത്രമല്ല, ജമാഅത്തിന്റെ കാര്യം പറയുമ്പോൾ ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ ചർച്ചയുണ്ടല്ലോ. ജമാഅത്തിന്റെ ഗൗരവവും അതിന്റെ സവിശേഷതയും ശ്രേഷ്ഠതകളും വിവരിക്കപ്പെടുന്നിടത്ത് ഇർഗാമു ശൈത്വാൻ, പിശാചിനെ പ്രതിരോധിക്കാൻ സംഘടിതമായി നിൽക്കണം. പിശാചിനെ പ്രതിരോധിക്കാൻ സംഘടിത ശക്തി കൊണ്ട് കഴിയും. പിശാചിനെ പ്രതിരോധിക്കാനുള്ള എളുപ്പമാർഗങ്ങളിൽ പെട്ടതാണ് സംഘടിതമായി നിലകൊള്ളുക എന്നത്, ജമാഅത്തിൽ പങ്കെടുക്കുക എന്നത്. അതുകൊണ്ടാണ് മഹാന്മാർ ഈ സംഘടന ഉണ്ടാക്കിയത്, സ്വാലിഹീങ്ങൾ ഔലിയാക്കൾ ഈ സംഘടന ഉണ്ടാക്കിയത്. മാത്രമല്ല, ബറക്കത്തുൽ കാമിലി അലൻ നാഖിസ്, നമ്മളൊക്കെ പാവങ്ങളാണ്, നമ്മളൊക്കെ സാധുക്കളാണ്. പക്ഷേ മഹാന്മാർ ഉണ്ടാക്കിയ ഈ പ്രസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഖിദ്മ ചെയ്യുമ്പോൾ, ഔലിയാക്കൾക്ക് വേണ്ടി ശബ്ദിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅക്ക് വേണ്ടി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ന്യൂനതകൾ പോലും പോകും. എന്തുകൊണ്ട്? കാമിലീങ്ങളായ സ്വാലിഹീങ്ങളായ ഔലിയാക്കളായിട്ടുള്ള ആരിഫീങ്ങളായ മഹാന്മാർ ഉണ്ടാക്കിയ പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ അപാകതകൾ പോലും അങ്ങ് പരിഹരിക്കപ്പെട്ടു പോകും. എന്തുകൊണ്ട്? ഇവരുടെ ബർക്കത്ത് കൊണ്ട് എന്ന് മഹാന്മാർ വിശദീകരിക്കുകയാണ്. ജമാഅത്തിൽ കൂടുമ്പോഴുള്ള പവിത്രത അതാണ്. നമ്മളവിടെ ജമാഅത്തിൽ കൂടുമ്പോൾ നമ്മൾ നാക്കസീങ്ങളാണെങ്കിലും കാമിലീങ്ങളുടെ പവിത്രത കൊണ്ട്, ജമാഅത്ത് നമ്മൾ പള്ളി കൂടുമ്പോൾ ഒരാളെങ്കിലും സ്വാലിഹായ മനുഷ്യരുണ്ടെങ്കിൽ അതിന്റെ ബർക്കത്തുകൊണ്ട് നമ്മുടെ ന്യൂനത പോലും പോകുമെന്നാ. ഇതുപോലെ 100 വർഷമായി അള്ളാഹുവിന്റെ ദീൻ കൃത്യമായി അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ പാതയിൽ കൃത്യമായി പ്രചരിപ്പിച്ച് പ്രസരിപ്പിച്ച് പഠിപ്പിച്ച് പ്രചരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ ആ മഹാന്മാരുടെ മദത് നമുക്ക് കിട്ടുമെന്ന പ്രതീക്ഷയിൽ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടും ആണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. മാത്രമല്ല, ദിക്റിന്റെ മജ്ലിസിനെ കുറിച്ച് പറയുന്നിടത്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദിക്റിന്റെ മജ്ലിസിനെ കുറിച്ച് ദാക്കിരീങ്ങളായ ആളുകൾ
അള്ളാഹുവിനെ സ്മരിക്കുന്ന ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മഹാരഥന്മാരുടെ, സൗഭാഗ്യവന്മാരുടെ, മുവഫഖീങ്ങളുടെ സദസ്സിനെ കുറിച്ച് പറയുന്ന ഹദീസിൽ ഇങ്ങനെ മലക്കുകൾ വന്നുകൊണ്ട് ആ സദസ്സിലിരിക്കുമെന്നും ആ സദസ്സിനെ കുറിച്ച് അള്ളാഹുവിനോട് റിപ്പോർട്ട് ചെയ്യുമെന്നും പരിശുദ്ധ ഹദീസിലുണ്ട്. അങ്ങനെ ദിക്റിന്റെ സദസ്സിൽ ഇരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും അള്ളാഹുവിന്റെ നിഅമത്തും വാരിക്കോരി കൊടുക്കുമ്പോ ഒരു മലക്ക് പറയും യഖൂലു മലക്കും മിനൽ മലായിക ഫീഹിം ഫുലാൻ. പടച്ചോനെ, ആ ദിക്റിന് വേണ്ടി ഒരുമിച്ച് കൂടിയ ആളുകളിൽ ഒരാളുണ്ട്, ലൈസ മിൻഹും, സത്യത്തിൽ അയാൾ ദാക്കിറായി വന്നതല്ല, അവിടെ ആദ്യം കൂടിയ ആളുകളുടെ നിയ്യത്തിൽ വന്നതല്ല, അവര് ഓൾറെഡി ആദ്യമേ ദിക്ർ നിയ്യത്താക്കി വന്നവരാണ്. ഇയാള് അങ്ങനെ വന്നൊരാളല്ല. അഥവാ ഇവർക്കൊന്നായിട്ട് കൂലി വാരിക്കോരി കൊടുക്കുമ്പോ ഇയാള് സത്യത്തിൽ അതിന് അർഹനല്ല എന്നാണ് ഈ മലക്ക് അള്ളാഹുവിനോട് പറയുന്നത്. ലൈസ മിൻഹും ഇന്നമാ ജാഅ ലി ഹാജത്തിൻ, വേറെന്തോ ഒരു ആവശ്യത്തിനായി അവിടെ വന്നപ്പോ, അവിടെ മിർക്കാത്ത് കാണാൻ ദുന്യവിയായ ആവശ്യം, വേറെന്തോ ദുന്യവിയായ ഒരു ആവശ്യത്തിനായി കൂടെ അങ്ങോട്ട് വന്നതായിരുന്നു. അങ്ങനെ വന്നപ്പോ ഈ സദസ്സ് കണ്ടപ്പോ അവിടെ ജലീസായി അവിടെ ഇരുന്നതാണ്. മൂപ്പര് ഓൾറെഡി അതിന് വന്നതല്ല, അതുകൊണ്ട് ഈ കൂലിക്ക് ഇയാൾ അർഹനല്ല എന്ന മട്ടിൽ മലക്ക് പറയും അല്ലാഹുവിനോടെന്ന് ഇമാമിയങ്ങൾ ഹദീസിൽ കാണാം. ലൈസ മിൻഹും ഇന്നമാ ജാഅ ലി ഹാജത്തിൻ. അപ്പോൾ അല്ലാഹു മറുപടി പറയും, ഹുമുൽ ജുലസാഉ ലാ യസ്ഖാ ബിഹിം ജലീസുഹും. ഈ മഹാന്മാരോടൊപ്പം ഇരുന്ന ആളുകൾ, ഈ ദാക്കിരീങ്ങളായ ആളുകളോടൊപ്പം ഇരുന്ന ആളുകൾ വേറെ ലക്ഷ്യത്തിലാണ് വന്നതെങ്കിൽ പോലും ആ ഇരുന്നൊരു മാന്യത ഉണ്ടല്ലോ, അങ്ങോട്ട് കടന്നിരുന്നൊരു അദബ്, അവിടെ ഇരുന്നപ്പ പാലിച്ച അദബ്, യഥാർത്ഥ ജലീസായി മാറി. അതിന്റെ ഉള്ളിൽ കുത്തർന്നാണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കല്ല, അതിലേക്ക് കടന്നിരുന്നു. യഥാർത്ഥ ജലീസ് എന്ന് പറഞ്ഞാൽ അതാ, കുത്തിത്തിരിപ്പ് എന്നല്ല അർത്ഥം. അവിടെ ഇരിക്കുമ്പോഴുള്ള ആദാബുകൾ മുഴുവൻ പാലിച്ച് ആ ദിക്റിന്റെ സദസ്സിൽ ഇരുന്നു. അതുകൊണ്ട് മൂപ്പര് വലിയ സെറ്റപ്പ് അല്ലെങ്കിലും സെറ്റപ്പ് ഉള്ളോൽ അവിടെ ഉണ്ട്. അവരുടെ ബർക്കത്ത് കൊണ്ട് ഇയാൾക്കും കൂടി കൊടുത്താളെ എല്ലാ കൂലിമെന്ന് മലക്കുകളോട് അള്ളാഹു പറയുമെന്ന് പരിശുദ്ധ ഹദീസിൽ. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അപ്പൊ നമ്മളൊക്കെ പോയത്തക്കാരാണെങ്കിലും അറിവ് കുറഞ്ഞവരാണെങ്കിലും ഇത് വലിയവരുണ്ടാക്കിയതാണ്, മഹാന്മാരുണ്ടാക്കിയതാണ്, ഔലിയാക്കൾ ഉണ്ടാക്കിയതാണ്, സാദാത്തുക്കൾ ഉണ്ടാക്കിയതാണ്, വലിയ വലിയ ആരിഫീങ്ങൾ ഉണ്ടാക്കിയതാണ്. ഇതിന് ഖിദ്മത്തെടുത്തവർ ആരിഫീങ്ങളാണ്, ഇത് പ്രചരിപ്പിച്ചവർ ഔലിയാക്കളാണ്, ഇതിനു വേണ്ടി ശക്തി പകർന്നതും പ്രാർത്ഥിച്ചതും ഔലിയാക്കളാണ്, ഇതിന് സമ്മേളനം വിളിച്ചു കൂട്ടിയത് ഔലിയാക്കളാണ്, ഇതിനു വേണ്ടി പ്രചരണം നടത്തിയത് സ്വാലിഹീങ്ങളാണ്. അവരുടെ ചേരിയിലേക്ക് ഒരു ജലീസായി സാധുവായി കയറി നിൽക്കാനെങ്കിലും ഭാഗ്യം കിട്ടിയില്ലെങ്കിൽ എത്ര ദൗർഭാഗ്യമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പരാജിതനാകൂല. ഒന്ന് സാധുവായിട്ട് മര്യാദക്ക് അദബോടെ അതിൽ നിൽക്കണം. അതാണ് ജലീസ് ആവുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥത. എന്തെങ്കിലും കാട്ടിയിട്ട് ഇതിൽ മെമ്പർഷിപ്പ് എടുത്താൽ പോരാ, അല്ലെങ്കിൽ എന്തെങ്കിലും കാട്ടിയിട്ട് അവിടെ കുത്തർന്നാ പോരാ, അവിടെ ഇരിക്കേണ്ട വിധം ഇരിക്കണം. അപ്പൊ പിന്നെ അവിടെയുള്ള വലിയ വലിയ ആൾക്കാരുണ്ട്, ഓൽക്ക് കിട്ടുന്ന കൂലി അവരുടെ കെയർ ഓഫിൽ നമുക്കും വരുമെന്ന് ഈ പരിശുദ്ധ ഹദീസ് പഠിപ്പിക്കുന്നു. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോ വലിയ വലിയ മഹാന്മാർ, വരക്കൽ മുലക്കോയത്തങ്ങൾ, അള്ളാഹു അവരെ തർച്ച വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവർ ആത്മീയ സാന്നിധ്യമുള്ള മജ്ലിസാക്കി അള്ളാഹു ഇതിനെ കബൂൽ ചെയ്യട്ടെ. 100 വർഷം മുമ്പ് അവരൊക്കെ സംസാരിച്ചതിന്റെ ബാക്കി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അവരൊക്കെ പ്രചരിപ്പിച്ച ദീനിന്റെ ബാക്കി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ കൈമാറ്റം ചെയ്ത വെളിച്ചം കെടാതെ നമ്മൾ സൂക്ഷിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധുക്കളായ നമ്മെ അള്ളാഹു സ്വീകരിക്കട്ടെ. മഹാരഥന്മാരായ നമ്മുടെ മശായിഖന്മാർ, അവരെ മദദ് എപ്പോഴും അള്ളാഹു നമുക്ക് വർഷിപ്പിച്ചു തരട്ടെ. ഈ പാതയിൽ സമസ്തക്ക് വേണ്ടി ഖിദ്മത്തെടുക്കാനുള്ള മഹാ തൗഫീഖ് അള്ളാഹു നമുക്ക് തരട്ടെ. സമസ്തയെ പരിഹസിക്കുന്ന അവസ്ഥ, സമസ്തയെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥ, അതിനെ പുച്ഛിക്കുന്ന അവസ്ഥ, ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാക്കിയവരെ കളിയാക്കലാണ്, ഇതിന്റെ മഹാരഥന്മാരായ ആളുകളെ പുച്ഛിക്കലാണ്, അവര് ഖബറുകളിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്, അവരെ കൊച്ചാക്കലാണ്. അള്ളാഹു അത്തരം ദൗർഭാഗ്യങ്ങളിൽ നിന്ന് നമ്മയും കുടുംബത്തെയും എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
കാലം ഊതിക്കാച്ചിയ മരതകരത്നം, കണ്ണിയത്തിൻ്റെയും ശംസുലമയുടെയും കരതല ലാളനയേറ്റ സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിത ശൗര്യം